ഏറ്റവും മൂർച്ചയേറിയ ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ദിക്ർ. ഈ ദിക്ർ ചൊല്ലിയ കാരണത്താൽ ഒരു സ്വഹാബി ഒറ്റ രാത്രി കൊണ്ട് അവിടുന്ന് ഏറ്റവും പാവപ്പെട്ട സഹാബിയായിരുന്നു, ഒരു രാത്രി കൊണ്ട് ഏറ്റവും വലിയ കോടീശ്വരനായി മാറിയെന്ന് ചരിത്രം പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അധികാറുകളുമായിട്ട് നമുക്ക് നല്ല ബന്ധം വേണം. എങ്കിൽ മാത്രമേ നമുക്ക് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പാരത്രിക ലോകത്ത് നമ്മെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിക്ർ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റുമായിട്ട് നമുക്ക് നല്ല ബന്ധം വേണം. ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും വേണം. മരിക്കുമ്പോൾ ഇത് പറയുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ 3 തെറ്റുകൾ, 3 കുറ്റങ്ങൾ ആരെങ്കിലും ചെയ്തു പോയി കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്തും സക്കറാത്തിന്റെ അവസ്ഥയിലും അവൻ ആ ദിക്ർ ഇവിടുന്ന് പറയാൻ കഴിയില്ല. ഈ ദിക്റുമായിട്ടുള്ള ബന്ധം അങ്ങ് പോകും. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ ചൊല്ലാതെ ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ടവരെ, ആ 3 തെറ്റുകൾ കൂടി നമുക്ക്, ആ കുറ്റങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിർത്താം. ഒന്നാമത്തെ തെറ്റ് എന്ന് പറയുന്നത് ഈ കലിമത്ത് തൗഹീദ് പറയാതിരിക്കാനുള്ള, മരിക്കുന്ന സമയത്ത് അത് പറയാൻ കഴിയാത്ത ഒന്നാമത്തെ തെറ്റെന്ന് പറയുന്നത്, അവിടെ നിന്നല്ലാന്റെ റസൂല് പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, തന്റെ മാതാപിതാക്കളെ ആരെങ്കിലും വേദനിപ്പിച്ചു കഴിഞ്ഞാൽ, തന്റെ ഉമ്മയെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ, തന്റെ ഉപ്പയെ കഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ, അവരുടെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ, അവരോടുള്ള കടമകൾ അവിടെ നിന്ന് നിർവഹിക്കാതിരുന്നു കഴിഞ്ഞാൽ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അവൻ ഉച്ചരിക്കാൻ കഴിയുന്നതല്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉമ്മയെ തെറി പറയുന്ന ചെറുപ്പക്കാരാ, ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് മാതാപിതാക്കളെ തെറി പറയുന്നവരെ, അവരെ ആക്ഷേപിക്കുന്നവരെ ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ആ ധ്വനികൾ പറഞ്ഞുകൊണ്ട്, ആ വാക്കുകൾ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ നമുക്ക് കഴിയുന്നതല്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞിരുന്നാ, അത് ജന്നത്ത് തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം, മാതാവിന്റെ കാലിലാണ്, കാൽപാദത്തിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ നാം ആരും ധിക്കരിക്കല്ലേ. അതുകൊണ്ട് അവരുടെ പൊരുത്തമില്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര അമൽ ചെയ്തിട്ടും, അത് ഹജ്ജിന് പോയാൽ, ഇൽമു പഠിക്കാൻ പോയാൽ, നമസ്കരിച്ചാലും, എത്ര ഇബാദത്തുകൾ ചെയ്താലും മാതാവിന്റെയും പിതാവിന്റെയും പൊരുത്തമില്ല എങ്കിൽ ഒരു കാര്യമില്ല, അതൊന്നും സ്വീകരിക്കൂല. ബഹുമാനപ്പെട്ട ഫദ്ൽ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ആരിഫായ മനുഷ്യനാണ്.